ചോദ്യം വായിക്കുക. 7ൻ്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഇങ്ങനെ ഗുണിതങ്ങളുടെ ശരാശരി പറയുമ്പോൾ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഇവിടെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നാണ്. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n+1/2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെ? n+1/2. അപ്പോൾ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആകുമ്പോൾ എങ്ങനെ പറയും? 25 + 1/2 എന്നാണ്. അപ്പോൾ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയായി. ഇനി നമ്മുടെ ചോദ്യം വായിച്ചാൽ 7ൻ്റെ ഗുണിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആരുടെ ഗുണിതമാണോ അതങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. × 7. അപ്പോൾ 8ൻ്റെ ഗുണിതമാണെങ്കിൽ × 8 അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ആദ്യം 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 25 + 1/2 പറയുക. ഇനി ആരുടെ ഗുണിതമാണോ അതങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. ഇനി സിംപ്ലിഫിക്കേഷൻ 25 1 26/2 × 7. 26/2 എത്രയാണ്? 13. 13 × 7. 13 7 വെച്ച് ഗുണിച്ച് നോക്കിക്കൊള്ളുക. 91 എന്ന് കിട്ടും. 91. നമ്മുടെ ആൻസർ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 3 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 11ൻ്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 11 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 4ൻ്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 75 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 9ൻ്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര?